ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ദി ഗ്രേറ്റ് എപ്പിസോഡ്. 2025 കഴിഞ്ഞു 2026 എത്തി നിൽക്കുകയാണ്. 25 നിങ്ങളെടുത്ത എത്ര റെസൊല്യൂഷനുകൾ ശരിയായിട്ടുണ്ട്? നിങ്ങൾ ഇപ്പോൾ ഇതാ 26 വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 26 ഡിസംബർ ആകുമ്പോഴേക്കും എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കും? അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഈ പ്ലാൻ എത്ര മാസങ്ങൾ നീണ്ടു? സാധ്യതയില്ല, കുറഞ്ഞ പേരുടേത് മാത്രമായിരിക്കാം മാസങ്ങൾ നീണ്ടു നിൽക്കുന്നത്. ചിലവർ കംപ്ലീറ്റ് ചെയ്തേക്കാം. എന്നാൽ പലരും ആഴ്ചകളോ ദിവസങ്ങളോ എടുത്ത് അത് ഉപേക്ഷിക്കുകയാണ് പതിവ്. കാരണം ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത, സത്യത്തിൽ ഡിസിപ്ലിൻ ഇല്ലാതാകുന്നത് നമ്മൾ മോശം ആളുകളായതുകൊണ്ടല്ല, നമ്മൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാത്തത് കൊണ്ടാണ്. 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് ചെയ്യാൻ ഒരു മൂഡില്ല, നാളെ തുടങ്ങാം, ഇത് ലാസ്റ്റ് ടൈം. ഇതാണ് ഡിസിപ്ലിനെ കൊല്ലുന്നത്. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യും. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പ്ലാനിങ് അല്ല, ആക്ഷനുകളാണ്. 2026 വർഷത്തിൽ എത്ര പേർ ഇപ്പോൾ തങ്ങളുടെ റെസൊല്യൂഷനുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്? ചിലപ്പോൾ കൂടുതലായിരിക്കാം. കാരണം ആഴ്ചകൾ പോലും പിന്നിട്ടിട്ടില്ല, ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആഴ്ചകൾ കഴിയും തോറും ആളുകളുടെ എണ്ണം കുറയും. മാസങ്ങളാകുമ്പോൾ ചുരുക്കം പേരാകും. ആ ചുരുക്കം പേരിലേക്ക് നമ്മളും ഉയരണം. അതിന് ഡിസിപ്ലിൻ ആവശ്യമാണ്. സ്റ്റെപ്പ് നമ്പർ 1 സ്ലീപ്പാണ്, ഉറക്കം. ഡിസിപ്ലിൻ തുടങ്ങുന്നത് ജിമ്മിലല്ല, നിങ്ങൾ വായിക്കുന്ന ബുക്കിലുമല്ല, നിങ്ങളുടെ കിടക്കയിൽ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും കൃത്യസമയത്ത് കിടന്നുറങ്ങുക. അതിനൊരു ടൈം സെറ്റ് ചെയ്യുക. കൃത്യം 7-8 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം രാവിലെയും കൃത്യമായൊരു സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലത് 6 മണിക്ക് മുമ്പ്. നിനക്ക് ഉറക്കം നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ ജീവിതവും നിയന്ത്രിക്കാൻ കഴിയില്ല. അലാറത്തിനോട് നിങ്ങൾ ഡിബേറ്റ് ചെയ്യേണ്ട. അലാറം അടിക്കുമ്പോൾ നിങ്ങളും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. ആദ്യം ചെയ്യേണ്ട റൂൾ, നിങ്ങൾ കിടന്നുറങ്ങിയ സ്ഥലം നിങ്ങൾ തന്നെ വൃത്തിയാക്കുക എന്നാണ്. ആ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പറയുക, ആദ്യ സ്റ്റെപ്പ് വിജയിച്ചു. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും. സ്റ്റെപ്പ് നമ്പർ 2 നോൺ നെഗോഷിയേറ്റബിൾ റൂൾ. നിങ്ങൾ എണീറ്റ ഉടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ. ഇതിൽ സോഷ്യൽ മീഡിയക്ക് സ്ഥാനമേ ഇല്ല. നിങ്ങളുടെ സ്റ്റാർട്ടിങ് നന്നാക്കണം. അതുകൊണ്ട് അവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുകയോ ഫോൺ എടുക്കുകയോ ചെയ്യരുത്. മെഡിറ്റേഷൻ, ഒരു ചെറിയ എക്സസൈസ്, നാച്ചുറൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഇതെല്ലാം ചെയ്യാം. നിങ്ങൾ ചെറുത് ചെയ്ത് തുടങ്ങിയാൽ മതി, അത് വലിയ മാറ്റത്തിന് കാരണമാകും. 3ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നതും അത് തന്നെയാണ്. സ്മാൾ ഡിസിപ്ലിൻ ഇസ് എ ബിഗ് മോട്ടിവേഷൻ ആൻഡ് ബിഗ് റിസൾട്ട്. ആറ്റോമിക് ഹാബിറ്റ്സ് എഴുതിയ ജെയിംസ് ക്ലിയറിൻ്റെ പ്രശസ്ത വാക്കാണിത്. സ്മാൾ ഹാബിറ്റ്സ് ഡോണ്ട് ആഡ് അപ്പ്, ദേ കോമ്പൗണ്ട്. ചെറിയ ശീലങ്ങൾ വെറുതെ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല, അവ വളർന്ന് വലിയ ഫലങ്ങളായി മാറുന്നു. എല്ലാ ദിവസവും നിങ്ങൾ 1% മാത്രം മെച്ചപ്പെടുക. ഒരു ദിവസം തന്നെ നമ്മൾ 100% മാറണമെന്ന് പറയുന്നത് ലോജിക്കലായി പോലും ചിന്തിക്കാൻ കഴിയില്ല. അത് നമ്മുടെ തലച്ചോറിന് പോലും ഉൾക്കൊള്ളാൻ ശേഷിയില്ല. അതുകൊണ്ട് 1% റൂൾ. ഒരു വർഷം ഓരോ ദിവസവും നിങ്ങൾ 1% മെച്ചപ്പെട്ടാൽ നിങ്ങൾ ആ വർഷാവസാനം നിങ്ങളുടെ 37 ഇരട്ടി മെച്ചപ്പെട്ടിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു ദിവസവും 1% വെച്ചുകൊണ്ട് നിങ്ങൾ മോശമായിക്കൊണ്ടിരുന്ന വർഷാവസാനമാകുമ്പോഴേക്കും നിങ്ങൾ 0.003% എത്തിയിരിക്കും. ആറ്റോമിക് ഹാബിറ്റ്സ് എഴുതിയ ജെയിംസ് ക്ലിയറിൻ്റെ പ്രശസ്ത വാക്കുകളാണിത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ എന്നും ചെയ്യാൻ ശ്രമിക്കുക. അത് ഓരോ ദിവസവും വലുതാക്കി കൊണ്ടുവരിക, അതും പതിയെ. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് വെറും 3 കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക, അതിനേക്കാൾ കൂടരുത്. എന്നിട്ട് പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3 എന്ന നമ്പർ നൽകുക. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളതിന് ആദ്യ നമ്പറിൽ നിങ്ങൾ അത് എഴുതി വെക്കുക. സെക്കൻഡിൽ എന്തു ചെയ്യണമെന്ന് 2ാം നമ്പറിൽ എഴുതുക. 3ാമത് അടുത്തത് എഴുതുക. അങ്ങനെ നിങ്ങൾ രാവിലെ എണീറ്റ ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ടത് ആദ്യം എഴുതി വെച്ചത് എന്താണോ അതാണ്. അത് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ 2ാമത് ചെയ്യുക, അടുത്തത് 3ാമത് ചെയ്യുക. ഈ 3ഉം നിങ്ങൾ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ മതി. ഇത് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻ വളരെ ഹൈ ആകും. നിങ്ങൾക്ക് വളരെ വലിയ കോൺഫിഡൻസ് ലഭിക്കും. എല്ലാ ദിവസവും ഇതേ റൂൾ തന്നെ പിന്തുടരുക. 3 കുറഞ്ഞ് 2 ആയാലും പ്രശ്നമില്ല, പക്ഷേ 3ൽ കൂടുതൽ അധികരിക്കരുത്. നമ്പർ 4 ഡിസ്ട്രാക്ഷൻ കൺട്രോൾ. നിനക്ക് ഫോക്കസ് ഇല്ലെങ്കിൽ നിൻ്റെ പ്രശ്നങ്ങളും ഡിസിപ്ലിനില്ലായ്മയും എല്ലാം വർദ്ധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആക്റ്റീവായിരിക്കുക. സോഷ്യൽ മീഡിയയിലെ ടൈം ഫിക്സ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ
ഓഫ് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പുള്ള 1 മണിക്കൂറും രാവിലെ ഉണർന്ന ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂറും പരമാവധി നിങ്ങൾ ഫോണുമായി യാതൊരു സമ്പർക്കവും പുലർത്താതിരിക്കുക. ഇത് ഡിസിപ്ലിൻ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ നിങ്ങളൊരു വലിയ ജീവിതം സ്വപ്നം കാണുകയേ ചെയ്യേണ്ട. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ സാധാരണ മനുഷ്യനും അസാധാരണ മനുഷ്യനും വലിയ ജീവിതമുണ്ടാകും. 2026 നിനക്ക് വേണ്ടത് എക്സ്ക്യൂസുകളല്ല, പ്ലാനുകളിലേക്കുള്ള ആക്ഷനുകളാണ്. ആക്ഷനുകളിൽ എടുക്കാനുള്ള സ്ട്രാറ്റജികളും